എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വ്ളോഗിൽ വെള്ളിയാഴ്ച ശനിയാഴ്ച ചേർത്താണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഷോർട്ട് വീഡിയോ കണ്ടപ്പോൾ അതിനകത്ത് നമ്മൾ ലഞ്ചിൻ്റെ കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല. കാരണം പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആകെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഈ ഫ്രൈഡേ വീഡിയോയിൽ. പക്ഷേ ഞാൻ സൺഡേ ഉണ്ടാക്കിയ ആ ഒരു ചീസ് റോള് കൂടിയിട്ട്, ഗാർലിക് ചീസ് റോള് കൂടിയിട്ട് ആ കൂട്ടത്തിൽ ഇട്ടിട്ടുണ്ട്. പക്ഷേ അത് ഇന്നത്തെ വീഡിയോയിലില്ല, നാളത്തെ വീഡിയോയിൽ കാണുള്ളൂ. അത് സൺഡേ ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. എങ്കിലും എന്തെങ്കിലും ഒന്ന് കാണിക്കണമല്ലോ എന്ന് വിചാരിച്ചു. ഏതായാലും അതൊരു വീഡിയോ എടുത്ത് പോയല്ല ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ. അപ്പോൾ അതേ ഉടുപ്പിട്ടിട്ട് ഞാൻ ഞായറാഴ്ച നിന്നിട്ട് ആ സ്നാക്ക് റെസിപ്പി ചെയ്തതാണ്. അപ്പോൾ ആദ്യം തന്നെ പറയാം, അത് ഇന്നത്തെ വീഡിയോയിലില്ല എന്നുള്ളത്, നാളത്തെ വീഡിയോയിലുണ്ടാവും. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ കുറച്ച് ജോലികളൊക്കെ ചെയ്തതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഒരു ആലു പൊറോട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ വന്നതാണ്. അപ്പോഴാണ് ഞാൻ ഈ ലാച്ച പൊറോട്ടയുടെയൊക്കെ വീഡിയോകൾ കണ്ടിട്ടുണ്ടായിരുന്നത് നേരത്തെ. അപ്പോൾ അന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ലാച്ച പൊറോട്ട ആദ്യം ഉണ്ടാക്കാം, എന്നിട്ട് പിന്നെ അത് ശരിയായില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഉണ്ടാക്കണം ആലു പൊറോട്ട തന്നെ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട്. അപ്പോൾ ലാച്ച പൊറോട്ട എന്ന് പറഞ്ഞിട്ട് അവർ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് പൊറോട്ടയുടെ നടുക്ക് ഫില്ലിങ് വെക്കുക. അപ്പോൾ അതൊരു പൊറോട്ട പോലെ ഒരു ലെയർ പോലെ കിട്ടാൻ പറ്റിയ രീതിയിലൊന്ന് പരത്തിയെടുക്കണം, അത്രയേ ഉള്ളൂ വ്യത്യാസം. പിന്നെ ചില ആളുകൾക്ക് ഇത് ആലു പൊറോട്ട ഉണ്ടാക്കുന്നത് ഈ അതിൻ്റെ ആ ഫില്ലിങ് ചാടി പുറത്തേക്കൊക്കെ വരുമല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും പറ്റിയതാണ് ഈ ലാച്ച പൊറോട്ട. ഫില്ലിങ് ഒന്നും ചാടി പുറത്തേക്ക് വരില്ല. 2 ചപ്പാത്തി പരത്തി എടുത്തിട്ട് അതിന് നടുവിൽ വെച്ച് ഫില്ലിങ് വെച്ചിട്ട് എളുപ്പമാണ് ചെയ്യാനായിട്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങെല്ലാം പുഴുങ്ങാനായിട്ട് ഇട്ട് അത് വേഗം തന്നെ എടുക്കുന്നുണ്ട്. കാരണം ഇനിയിപ്പോൾ വെയിറ്റ് ചെയ്യാനുള്ള നേരമില്ല. ഉരുളക്കിഴങ്ങ് നല്ല തിളച്ച വടി തന്നെ നിങ്ങൾ ഉടച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും നല്ല ഈസി ആയിട്ട് ഉടഞ്ഞു പോരും. കുറച്ച് നേരം വെച്ച് കഴിയാൻ നേരത്തെ അത് കുറച്ചും കൂടി ഹാർഡാവും. ഇതുപോലെ ഉടച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് ചിലവർ ഗ്രേറ്റ് ചെയ്തെടുക്കും കേട്ടോ. അപ്പോൾ എനിക്കത് മടിയാണ്, അതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യണത്. ഒരുവിധം നല്ല രീതിയിൽ തന്നെ ഇത് വെച്ചിട്ട് ഉടച്ചെടുക്കാൻ പറ്റും. ഇനി പറ്റാത്തത് കൈ കൊണ്ടും കൂടി ഒന്ന് ഉടച്ചെടുത്തിട്ട് അതിനകത്തേക്കുള്ള മസാലകൾ. അപ്പോൾ ഉപ്പ്, പിന്നെ ഇത്തിരി പച്ചമുളകും സവാളയും മല്ലിയിലയും. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഉണ്ടാക്കാം. എനിക്കിഷ്ടമുള്ള രീതിക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഒരിത്തിരി മല്ലിപ്പൊടിയും ഇത്തിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചെറിയ ജീരകത്തിൻ്റെ പൊടി, ചാട്ട് മസാല ഉണ്ടെങ്കിൽ അത് ഇടാം. ചാട്ട് മസാല കഴിഞ്ഞ ദിവസം ഞാനെടുത്ത് കളഞ്ഞ്, കാരണം അത് ഉപയോഗിക്കാതെ എൻ്റെ എക്സ്പയർഡ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതൊക്കെ എടുത്ത് ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മേടിച്ചിട്ട് ഉപയോഗിച്ചതേ ഇല്ല. അങ്ങനെ അത് അത്രയും സാധനങ്ങൾ ഇട്ടിട്ട് ഇത്തിരി ചെറുനാരങ്ങ നീര് ഉണ്ടെങ്കിൽ അതിൽ ചെറുനാരങ്ങ നീരും കൂടി ഇടുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. ഈ മല്ലിപ്പൊടി ചെറിയ ജീരകമൊക്കെ ചേർന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ചെറുനാരങ്ങ നീരും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. പക്ഷേ എൻ്റെ കയ്യിൽ ചെറുനാരങ്ങ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ചെറുനാരങ്ങ നീര് ഇട്ടിട്ടില്ല. അതുപോലെ എന്നുണ്ടെങ്കിൽ ആംചൂർ പൗഡർ, പച്ചമാങ്ങയുടെ പൊടി അത് ഇടണം. അപ്പോഴും നല്ലൊരു ടേസ്റ്റും സ്മെല്ലും കിട്ടും. പിന്നെ ഞാൻ ഒരു ഭാഗം ചപ്പാത്തിയുടെ മാവെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് സാധാരണ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ലഞ്ച് റെസിപ്പി കാണിക്കാതിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബീഫ് കറി കഴിഞ്ഞ ദിവസത്തെ കുറച്ച് ഉണ്ട്. അപ്പോൾ ഇന്ന് ആ ബീഫ് കറി മതിയാകും ചോറിന് എന്ന് ഞാൻ വിചാരിച്ച് വേറെ കറിയൊന്നും വെച്ചില്ല. കാരണം എനിക്കിന്നൊന്ന് പുറത്ത് പോകണം. അപ്പോൾ കറിയും ചോറുമൊക്കെ വെക്കാൻ നിന്ന് കഴിഞ്ഞാൽ പോക്ക് മുടങ്ങും. അപ്പോൾ ഞാൻ വിചാരിച്ച് തലേ ദിവസത്തെ തന്നെ കഴിക്കാനുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. ചോറും എല്ലാ സാധനങ്ങളും ഉണ്ട്. ബീഫ് കറി, പിന്നെ ഈ പൊറോട്ടയും ഉണ്ടാക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതൊക്കെയുണ്ട്. അപ്പോൾ ഞാനില്ലേ ലാച്ച പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് പരത്തി ഇത്തിരി നെയ്യും ഇത് മൈദപ്പൊടിയൊക്കെ ഇട്ടിട്ട് അതിനൊന്ന് റോൾ ചെയ്തെടുത്തിട്ട് ഇനിയാണ് ഇതൊന്ന് 2 പൊറോട്ട വെച്ചിട്ട് പരത്തി നടുക്ക് ഫില്ലിങ് വെക്കാൻ പോണത്. അപ്പോൾ ചെറിയൊരു ലെയർ പോലെ നമുക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യണത് കേട്ടോ. അങ്ങനെ അത് പരത്തിയെടുത്ത് 2 പൊറോട്ട വെച്ചിട്ട് പരത്തി 4 എണ്ണം ഉണ്ടാക്കി. അപ്പോൾ ഇത് ഒരെണ്ണം കഴിച്ചാൽ മതി, ഭയങ്കരമായിട്ട് വയറ് ഫില്ലാകും കേട്ടോ. അപ്പോൾ റയൻ ഇതൊന്നും കഴിക്കില്ല, ഞാനും പപ്പയാണ് കഴിക്കാനുള്ളത്. അങ്ങനെ ഒരെണ്ണം പരത്തി, രണ്ടാമത്തതും പരത്തി. അപ്പോൾ ഇന്നെനിക്ക് ഒന്ന് തോപ്പുംപടിയിൽ പോകാനുണ്ട് കേട്ടോ. തോപ്പുംപടിയിൽ എനിക്കൊരു ഒരു ചുരിദാർ എടുക്കാൻ വേണ്ടിയിട്ട് പോകണം. കാരണം പിറ്റേന്ന്, അതായത് സാറ്റർഡേ, നമ്മുടെ ആൻ ബ്രിജിറ്റ് സിസ്റ്ററിൻ്റെ സിസ്റ്ററിൻ്റെ 25ാമത്തെ ജൂബിലിയുടെ
ഫങ്ഷൻ നടക്കുന്ന ദിവസവും. അപ്പോൾ അതിന് കൂടുതലും ഈ സിസ്റ്റേഴ്സിൻ്റെ ഇങ്ങനെയുള്ള പരിപാടികൾക്ക് ക്രീം ഉള്ളവർ ക്രീം ഡ്രസ്സ് ഇട്ടിട്ടാണ് വരിക. ക്രീം ഡ്രസ്സാണ് ഭൂരിഭാഗം ആളുകളും ഉണ്ടെങ്കിൽ ആ ഡ്രസ്സ് ഇട്ടാൽ വരിക. അപ്പോൾ എൻ്റെ കയ്യിൽ ക്രീം ഡ്രസ്സ് ഉണ്ട്, എങ്കിൽ തന്നെ ഈ ഒരെണ്ണം വേറെ എടുക്കാമെന്ന് വിചാരിച്ച്. ക്രീം ഡ്രസ്സിൻ്റെ കയ്യിൽ 2-3 ഒക്കെ ഉണ്ട്, എങ്കിലും എനിക്ക് വേറെ ഒരെണ്ണം പുതിയത് ഒരു നല്ലൊരു ടൈപ്പ് വേറെ എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഞാൻ മാക്സിൻ്റെ ഓൺലൈൻ സ്റ്റോറിൽ കയറി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ഹക്കോബയുടെ നല്ലൊരു ഡ്രസ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. അതൊരു ഫ്രോക്ക് ടൈപ്പാണ്, എന്നാൽ നമുക്ക് ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ഭംഗിയുള്ളൊരു ഡ്രസ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതവിടെ ചെന്നപ്പോൾ ഉണ്ടായിരുന്നില്ല. കാരണം മാക്സ് എന്ന് പറയുമ്പോൾ പല സ്ഥലങ്ങളിലും മാക്സ് ഉണ്ട്. ഓൺലൈൻ സ്റ്റോറിൽ അവർ കാണിക്കുന്നത് ചിലപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ തോപ്പുംപടി മാക്സിൽ കണ്ടെന്ന് വരില്ല. സംഭവം നല്ലതായിരുന്നു. ഒരു 1600 എന്തോ ഉള്ളൂ. പക്ഷേ നല്ലൊരു ഭംഗിയുള്ളൊരു ഡ്രസ്സ്, പക്ഷേ സാധനം കിട്ടിയില്ല. അപ്പോൾ അത് പ്രതീക്ഷിച്ചാണ് ഞാൻ മാക്സിൽ പോകാമെന്ന് വിചാരിച്ചത്. അതുണ്ടെങ്കിൽ അതെടുത്തിട്ട് പോരാന്ന്. അപ്പോൾ നമ്മളിത് ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് പൊറോട്ടകളെല്ലാം ഉണ്ടാക്കി. പിന്നെ സാധാരണ ആലു പൊറോട്ടയാണ് ഈ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ചിലപ്പോൾ ചിലവർക്കിത് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ചാടിയൊക്കെ പുറത്തേക്ക് വരും. ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാനും അധികം തവണ ഉണ്ടാക്കി പഠിച്ചൊരു സാധനമാണ്. ഞാൻ വീട്ടിൽ പറയാറില്ലേ, ഒരുപാട് തവണ ഇത് ഉണ്ടാക്കിയിട്ട് അത് ചാടി പുറത്തേക്കൊക്കെ പോകുന്നുണ്ട്. പിന്നെ നമുക്ക് ഐഡിയ മനസ്സിലാവും ഇതെങ്ങനെ പുറത്തേക്ക് പോരാതെ നമുക്ക് പരത്തിയെടുക്കാമെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ പല തവണ അബദ്ധങ്ങൾ സംഭവിച്ച് ഉണ്ടാക്കാൻ പഠിച്ചൊരു സാധനമാണിത്. കാരണം കുറേ അധികം മാവ് വെച്ചിട്ട് തിക്കായിട്ടുള്ളൊരു ഔട്ടർ പോർഷൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് പരത്താൻ എളുപ്പമാണ്. പക്ഷേ അപ്പോൾ കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ശരിക്കും ഫില്ലിങ് കൂടുതലായിട്ട് അധികം കട്ടിയില്ലാത്ത ആ ഒരു ചപ്പാത്തിയായിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. കൂടുതലും ആ ഒരു ഫില്ലിംഗ് ആയിരിക്കണം വേണ്ടത്. അപ്പോൾ അത് കൂടുതൽ ഫില്ലിംഗ് നോക്കുമ്പോഴാണ് ഈ ചാടി പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ അതങ്ങനെ ചാടി പുറത്തേക്ക് പോകാതെ ഉണ്ടാക്കാനായിട്ടൊക്കെ പഠിച്ചത് കുറേ അധികം ട്രൈ ചെയ്തിട്ടായിരുന്നു. ഈ ആലു പൊറോട്ടയും നമ്മുടെ പ്ലം കേക്കൊക്കെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കി പഠിച്ചേക്കണത്. അത് എത്ര തന്നെ ഉണ്ടാക്കിയാലും ഫ്ലോപ്പ് ആകുന്ന 2 സാധനങ്ങളായിരുന്നു. അങ്ങനെ ഉണ്ടാക്കി അതായത് പല ആളുകളുടെ വീഡിയോകൾ നമ്മൾ കാണുമ്പോൾ അതുപോലെ ഉണ്ടാക്കുമ്പോൾ അത് ഫ്ലോപ്പാവും. അങ്ങനെ ഫ്ലോപ്പായി അവസാനം നമ്മൾ തന്നെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മളത് നമ്മുടെ ഇഷ്ടത്തിൽ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വരാറുണ്ട് കേട്ടോ. പക്ഷേ അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ നഷ്ടപ്പെടും, അതാണ് ഒരു കുഴപ്പം. അങ്ങനെ ആലു പൊറോട്ടയും ലാച്ച പൊറോട്ടയൊക്കെ എടുത്ത് വെച്ച് ഷോർട്ട് വീഡിയോ ഒക്കെ എടുത്ത് അപ്പോൾ തൈരിൽ മുക്കി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. തൈരും ഈ സവാളയും നല്ല ടേസ്റ്റാണ്. പിന്നെ പച്ചമുളക് ഇഷ്ടമുള്ളവർക്ക് പച്ചമുളകൊക്കെ വെക്കാം, ഏതായാലും എനിക്കത് ഇഷ്ടമല്ല. അങ്ങനെ അതെല്ലാം നമ്മൾ ഷോർട്ട് വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷമാണ് ഈ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ലാച്ച പൊറോട്ടയുടെ ഉള്ളിൽ നല്ല കറക്റ്റായിട്ട് ഫില്ലിങ് നല്ല ഭംഗിയായിട്ടിരിക്കുന്നുണ്ട്. ആലു പൊറോട്ടയും അടിപൊളി തന്നെയാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ ഓർഡർ ചെയ്തത് വന്നിട്ട് അപ്പോൾ ചിക്കൻ്റെ വില ഇതിപ്പോൾ എനിക്ക് തോന്നുന്നത് വലിയ ചിക്കനാണെന്ന് തോന്നുന്നത്. 2 ചിക്കനായിട്ടാണ് ഞാൻ മേടിക്കാറ്. കാരണം ഒരു ചിക്കൻ മേടിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ തീരും. നമ്മുടെ റൂബി കുഞ്ഞിന് കൊടുക്കണമല്ല. ഇപ്പം പിന്നെ നമ്മുടെ റയൻ മാത്രമല്ലേ വീട്ടിലുള്ളൂ, അതുകൊണ്ട് അധികം അങ്ങോട്ട് ചിക്കന് ചിലവില്ല, വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ ചിക്കൻ്റെ വില എനിക്കാണ് 936 രൂപ. അപ്പോൾ ചിക്കൻ ഇത്തിരി വലിയ ചിക്കനാകും. കാരണം ഞാനങ്ങനെ തൂക്കമൊന്നും ചോദിക്കാറില്ല. നമുക്ക് വിശ്വാസമുള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തൂക്കമൊന്നും ചോദിക്കാറില്ല. 2 ചിക്കൻ വേണമെന്ന് പറയും. അപ്പോൾ ഈ 2 ചിക്കൻ എന്ന് പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ അത് കൂടിയ തൂക്കത്തിൻ്റെ ആയിരിക്കാം, കുറഞ്ഞ തൂക്കത്തിൻ്റെ ആയിരിക്കാം, എങ്കിലും കണക്ക് 2 എണ്ണമാണ്. അപ്പോൾ ഇന്നത്തെ എനിക്ക് തോന്നുന്നത് വലിയ ചിക്കനായിരിക്കും, കുറച്ചധികം തന്നെ ഉണ്ടായിരുന്നു. ഇപ്പം ചിക്കൻ്റെ വില എന്താണെന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപെല്ലാം മേടിക്കുന്ന ചിക്കൻ വളരെ കുറച്ച് ചിക്കനും ഭയങ്കര വിലയായിട്ടാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ വലിയ കുഴപ്പമില്ല, കുറച്ചധികം തന്നെ ചിക്കൻ ഉണ്ട്. വില എനിക്കറിയില്ല കേട്ടോ. ഇവിടുത്തെ വിലയൊന്നും ഞാൻ ചോദിക്കാറില്ല അങ്ങനെ. കാരണം നമുക്ക് എന്തായാലും ആവശ്യമാണ്. പിന്നെ വില ചോദിച്ചിട്ട് നിന്നിട്ട് കാര്യമില്ല. റൂബി ഉള്ളിടത്തോളം കാലം നമുക്ക് ചിക്കൻ വേണം. അപ്പോൾ പിന്നെ വില എത്രയെന്ന് ചോദിക്കേണ്ട കാര്യമില്ല. റൂബിക്ക് എന്തായാലും കൊടുക്കണം. അതുകൊണ്ട് അങ്ങനെ വില ചോദിക്കാറില്ല. അങ്ങനെ അത്രയും പണി മാത്രമേ ചെയ്തുള്ളൂ കേട്ടോ. പെരക്കൊക്കെ ഒന്ന് തുടച്ച് ഇട്ട് അത്രയും കാര്യങ്ങളെ ചെയ്തുള്ളൂ. കാരണം പെരക്കൊക്കെ തുടച്ചിട്ടില്ലെങ്കിൽ തിരിച്ച് ചെല്ലുമ്പോൾ എനിക്ക് ടെൻഷൻ വരും, വൃത്തിയായിട്ട് കിടക്കാതെ കാണുമ്പോൾ. അതുകൊണ്ട് അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഓട്ടോ കൈ കാണിച്ച് നിർത്തിയാണ് പോയത്. അവൻ ഓട്ടോ ബുക്ക് ചെയ്യാൻ പോയെങ്കിലും ഞാൻ പറഞ്ഞ് ഇപ്പോൾ ഓട്ടോ ഒരുപാട് പോകണ കണ്ടില്ല, അപ്പോൾ നമുക്കൊന്നും അങ്ങോട്ട് വഴിയിലേക്ക് ഇറങ്ങിയ ഓട്ടോ കിട്ടുമല്ല. കാരണം അത് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യൂബർ ഓട്ടോ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു
10-25 രൂപയെങ്കിലും കൂടുതൽ കൊടുക്കണം. അപ്പോൾ അതിൽ നല്ലതല്ലേ. അപ്പോൾ റയൻ്റെ ഷോയൊക്കെ തുടങ്ങി കേട്ടോ. പുറത്തേക്ക് ഇറങ്ങിയാൽ പിന്നെ ഭയങ്കര കോമഡിയാണ്. ആ കോമഡിയും ആക്ഷനും ഒക്കെ എനിക്ക് മനസ്സിലാവുള്ളൂ. അതൊന്നും ഇതിനകത്ത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. പക്ഷേ ഞാൻ ചിരിച്ച് ചത്തുകൊണ്ടിരിക്കണേ. അങ്ങനെ പിന്നെ മാക്സിലാണ് ചെന്നത് കേട്ടോ. അപ്പോൾ മാക്സിൽ മാത്രമേ ഞാൻ നോക്കിയുള്ളൂ. എനിക്കങ്ങനെ കറങ്ങി നടന്ന് കുറേ കടകൾ കയറി ഇറങ്ങുകയൊക്കെ എനിക്ക് നടക്കാത്ത പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എവിടെയെങ്കിലും ഒരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് എടുത്തിട്ട് പോരും. എടുക്കാൻ ഒന്നും കിട്ടിയില്ലെങ്കിൽ എടുക്കാതെ തിരിച്ച് വീട്ടിലേക്ക് വരും. അടുത്ത ഒരു കടയിൽ പോയി നോക്കാനൊന്നും എനിക്കൊട്ടും താല്പര്യം തോന്നില്ല. അപ്പോൾ അതെ, ഈ ഒരു ഡ്രസ്സ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കാരണം ഈ ചൂടിനിടാൻ പറ്റിയ നല്ലൊരു കോട്ടൻ്റെ ഡ്രസ്സായിരുന്നു. പക്ഷേ അത് അതിനൊട്ടും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എനിക്കാണെന്നുണ്ടെങ്കിൽ അത് മാക്സി പോലെ അറ്റം വരെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് വെറുതെ കുർത്തിയാണ്, പക്ഷെ ഭയങ്കര ലോങ് ആയിരുന്നു. അതും കൂടി ആയപ്പോഴാണ് ഞാനത് മാറ്റിയത്. പിന്നെ ഈ ഒരു ഡ്രസ്സ് എടുത്ത് നോക്കി, ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതങ്ങനെ തന്നെ അങ്ങനെ ഇട്ട് എനിക്കും ഇഷ്ടപ്പെട്ടില്ല, റയാനും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ക്രീമിൻ്റെ കുറേ കളക്ഷൻ ഉണ്ട്, പക്ഷേ ഞാൻ ഓൺലൈനിൽ കണ്ട ക്രീമില്ല. പിന്നെ ഈ ഒരു ക്രീം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കാരണം ഇത് അത്യാവശ്യം ഒരു പാർട്ടി വെയറുമാണ്. അതിൻ്റെ ആ യോക്ക് പോർഷൻ ഒരു പാർട്ടി വെയർ സ്റ്റൈലാണ്, എന്നാൽ പ്രിൻ്റഡ് ആണ്. അപ്പോൾ പ്രിൻ്റഡ് പപ്പൊക്കെ അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല. കാരണം എപ്പോഴും ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഇപ്പോൾ പ്രിൻ്റഡ് മാത്രമാണ് എടുക്കണതേ. ഇതിപ്പോൾ ഞാനും പപ്പയും ഒന്നിച്ച് പോകുന്നൊരു ഫംഗ്ഷൻ ആകുമ്പോൾ പപ്പക്ക് അതൊരു കാണുമ്പോൾ ഒരു വിഷമം വരും. അവർക്ക് ഇഷ്ടമുള്ളൊരു ഡ്രസ്സ് കൂടി ഞാൻ ഇട്ടാലാണ് അവർക്ക് സന്തോഷം. എപ്പോഴും അങ്ങനെയാണ്, പിള്ളേർക്കാണെങ്കിലും പപ്പക്കാണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വേണ്ടത് അതെടുക്കണ്ട എന്ന് വിചാരിച്ച് വേറൊരു ഡ്രസ്സ് എടുത്ത്. അത് റയനും ഇഷ്ടപ്പെട്ട്. എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല, ഒരു പാർട്ടി വെയർ ക്രീം കളറിലൊരു ഡ്രസ്സ് എടുത്ത്. പക്ഷേ അതിന് ഷോളില്ല. പിന്നെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ഷോൾ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ എടുത്ത് താഴേക്ക് വന്ന്. പിന്നെ താഴെ ചെരുപ്പുകളൊക്കെയുള്ള ഒരു സെക്ഷനുണ്ട്. ഇപ്പോൾ ഈ നമ്മളുടെ ഈ ഡ്രസ്സ് എടുക്കുന്ന, അതായത് ലേഡീസിൻ്റെ ഡ്രസ്സ് എടുക്കുന്ന സ്ഥലത്ത് കുട്ടികളുടെ ചെരുപ്പൊക്കെ ഉണ്ട്. ഇത്തവണ എന്നപ്പോഴാണ് ആ ഒരു ലേഡീസിൻ്റെ ഫ്ലോറിൽ കൊണ്ടുവന്നിട്ട് കുട്ടികളുടെ ചെരുപ്പ് വെച്ചേക്കണത് കണ്ടത് കേട്ടോ. ഇതിനു മുൻപ് അങ്ങനെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ താഴെ വന്നൊരു ചെരുപ്പൊക്കെ മേടിച്ചിട്ട് നേരെ ലേഡീസ് സ്റ്റോറിലാണ് പോയത് കേട്ടോ. തോമ്പടിയിൽ മമ്മാസിൻ്റെ ഒക്കെ അടുത്തുള്ള ഒരു ലേഡീസ് സ്റ്റോറുണ്ട്. അവിടെ പോയിട്ട് കുറച്ച് അത്യാവശ്യം ലേഡീസ് ഐറ്റംസൊക്കെ മേടിച്ചതിന് ശേഷം പിന്നെ റയന് ഒരു ബിരിയാണി ഞാൻ മേടിച്ച് കൊടുത്തതാണ്. പക്ഷേ റയൻ എന്നെ ഞാൻ കഴിക്കില്ലെന്ന് പറഞ്ഞിട്ട് 2 ബിരിയാണി ഓർഡർ ചെയ്ത് അവസാനം എനിക്ക് കഴിക്കാൻ പറ്റൂല. കാരണം ഞാൻ ഇത് ആലു പൊറോട്ട നിന്ന് വയറ് നിറഞ്ഞാണ് പോയത്. ഞാൻ പറഞ്ഞു പറ്റൂല എന്ന് പറഞ്ഞിട്ട് സമ്മതിക്കൂല, കഴിച്ചേ മതിയോളം. എന്നിട്ട് ഞാൻ ആ ബിരിയാണിയുടെ അതിനകത്തുനിന്ന് സ്പൂൺ കൊണ്ട് 2 സ്പൂൺ കോരി വായിൽ വെച്ചിട്ട് അവനെ കൊണ്ട് തന്നെ അത് 2 ബിരിയാണി കഴിപ്പിച്ചിട്ടാണ് ഞാൻ പോന്നിട്ടുണ്ടായിരുന്നത്. കാരണം അവൻ്റെ വയറ് എം ടി അല്ലേ. അപ്പോൾ അവന് കഴിക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം. എനിക്ക് ഉച്ചക്ക് ഭക്ഷണമേ കഴിക്കാൻ പറ്റാത്ത അത്രയും ഞാൻ നല്ല രീതിയിൽ കഴിച്ചിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് തോമ്പടി ജംഗ്ഷനിൽ ബസ് സ്റ്റോപ്പ് ഉള്ളത്. പിന്നെ അവിടെ നിന്ന് നേരെ നമ്മളെ വീടിൻ്റെ വാതിൽക്ക് വന്ന് ഇറങ്ങുകയും ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞേടാ നമുക്കിന്ന് ബസ്സിൽ പോയാലോ. ഒരു വർഷം മുൻപ് 2024 ക്രിസ്മസിൻ്റെ 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ റൈന റോജറും കൂടി ഒന്ന് നടക്കാൻ പോയി. അങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് നടന്നിട്ട് നമുക്ക് തിരിച്ചു പോരാനൊരു വാഹനം കിട്ടാതെ യൂബർ ബുക്ക് ചെയ്തിട്ട് ഒന്നുമില്ല. അങ്ങനെ ഒരു ലൈൻ ബസ് അവിടെ വന്ന് നിന്ന് ഒരുപാട് ആളുകളാണ് അതിനകത്ത് ഇടിച്ച് കയറിയത്. അത് ഒരുപാട് രാത്രി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അന്ന് കയറിയതാണ് ബസ്സിൽ. പണ്ട് ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് 5 വർഷങ്ങളും ബസ്സിൽ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോണത്. പിന്നെ എൻ്റെ ബ്രദർ ബൈക്കിലേക്ക് ഇടയ്ക്ക് കൊണ്ടേ ആക്കും. അല്ലാതെ നമ്മൾ ബസ്സിൽ തന്നെയായിരുന്നു യാത്ര. വിവാഹശേഷമൊക്കെ പിന്നെ ബസ്സിൽ കയറിയിട്ടേ ഇല്ല കേട്ടോ. ഒന്നാമത്തെ കാര്യം, എനിക്ക് പൊക്കക്കുറവായതുകൊണ്ട് തന്നെയും ബസ്സിലൊക്കെ കയറുമ്പോൾ പിടുത്തം കിട്ടാതെ മറിഞ്ഞ് വീഴോ ഇങ്ങനെയൊക്കെയാണ് പപ്പക്കും പിള്ളേർക്കും ഒക്കെ പേടി. അതൊക്കെ കൊണ്ടാണ് അങ്ങനെ ബസ്സിൽ കയറാനായിട്ടൊരു മടി. അങ്ങനെ അവിടെ നിന്ന് ബസ് ഇറങ്ങി നേരെ ഗ്രൗണ്ടിലേക്കാണ് കയറിയത്. അതുവഴി നേരെ ഇറങ്ങി വീടിൻ്റെ വാതിക്കൽ വരാം. അങ്ങനെ വീട്ടിലെത്തി റൂബി കുഞ്ഞ് കാത്തിരിക്കുന്നതാണ് എന്നെ. കണ്ടിരിക്കാം ഇരിക്കാം. എന്താണ് എന്താണ് തമിഴ് മുത്ത് തൊണ്ടേട്ടുള്ള കുഞ്ഞിന്. അങ്ങനത്തെ മേടിച്ച ചുരിദാർ ഇതായിരുന്നു കേട്ടോ. അപ്പോൾ അത്ര എനിക്ക് സാറ്റിസ്ഫൈഡ് അല്ല. എങ്കിൽ തന്നെയും ഒരു ക്രീം, ഒരു
പാർട്ടി വെയർ നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് എടുത്താണ്. നേരത്തെ ഞാൻ എടുത്തത് ഒരു ക്രീം ഷെയ്ഡ്, അതൊരു ഓഫ് വൈറ്റ് പോലത്തെയാണ്. അതും മാക്സിൽ നിന്ന് നല്ലൊരു ഭംഗിയാണ്. എൻ്റെ ആ ഒരു വർക്ക് വളരെ സിമ്പിളാണ്. അപ്പോൾ അതിട്ടതല്ലേ എന്ന് ചോദിച്ചിട്ട് ഞാൻ വേറൊന്നും എടുത്താണ്. പിന്നെ ഇതൊരു വെഡ്ജ് ഹീൽസുള്ള ടൈപ്പ് ഒരു ചെരുപ്പ് എടുത്ത് ക്രീം തന്നെ. പിന്നെ എൻ്റെ കയ്യിൽ മേക്കപ്പ് ഒന്നുമില്ല, അതുകൊണ്ടൊരു മേക്കപ്പ് എടുത്തേക്കാന്ന് വിചാരിച്ച് 3-in-1 ഫേസ് സ്കാൻഡേർഡ് ഒരു ഫൗണ്ടേഷനും എടുത്ത്, പിന്നെ നെയിൽ പോളിഷ് എനിക്കിഷ്ടപ്പെട്ട 2 കളർ കണ്ട് അതെടുത്ത്, പിന്നെ ഒരു നെയിൽ പോളിഷ് റിമൂവർ പാഡ് ടിഷ്യൂസ് അതിൻ്റെ ഒരു പാക്കറ്റ് എടുത്ത്. അപ്പോൾ ഈ നെയിൽ പോളിഷുകളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. L18 അല്ലെന്നുണ്ടെങ്കിൽ ഡാസ്ലർ. ഇത് 2 നെയിൽ പോളിഷുകളും നമുക്ക് അഫോർഡബിളുമാണ്, വേഗം തീർന്നോളും, ഇതിന് കട്ട പിടിക്കാൻ വേണ്ടിയില്ല. പിന്നെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 10-15 ദിവസം അത് കയ്യിൽ നിന്ന് ചിപ്പാകാതെ നല്ല രീതിക്ക് അത് ഇട്ട പോലെ കിടക്കും കേട്ടോ. അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബ്രാൻഡ്. അങ്ങനെ അത് കണ്ട് നല്ലൊരു കളറുകൾ കണ്ടു കഴിഞ്ഞപ്പോൾ എടുത്ത്. കളറുകൾ ഇപ്പോൾ കിട്ടണില്ല, അതുകൊണ്ട് ഞാൻ വേറെ വേറെ ബ്രാൻഡുകളൊക്കെ എടുക്കുമ്പോൾ അത് വേഗം പൊളിഞ്ഞു പോകും. അങ്ങനെ ആ 2 നെയിൽ പോളിഷ് 2 ഇഷ്ടപ്പെട്ടിട്ട് എടുത്താണ്. അപ്പോൾ ഈ ഒരു കുഞ്ഞിക്കാറില്ലേ, റയൻ ഇവിടുന്ന് ഗോവയിൽ നിന്ന് മേടിച്ച് കൊണ്ടുവന്നാണ് കേട്ടോ. അപ്പോൾ അത് ഫോണിലാണ് അത് കൺട്രോൾ ചെയ്യണത്. അപ്പോൾ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, അവൻ ഇന്നാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കാണിച്ച മമ്മി ഇങ്ങനത്തെ ഒരു സാധനം. റയൻ അധികം എങ്ങനെ ഷോപ്പിംഗ് ചെയ്യാത്ത ആളാണ് കേട്ടോ, ഒരു സാധനങ്ങളും അങ്ങനെ മേടിക്കാറില്ല. അപ്പോൾ അന്ന് വന്നപ്പോൾ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് അവർക്ക് ഷോപ്പിംഗ് ചെയ്യാനുള്ള ഒരു സമയവും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ റിച്ചാർഡാണെന്നുണ്ടെങ്കിൽ എവിടെ പോയാലും, അതായത് തൊട്ടടുത്ത് പോയാലും ദൂരെ പോയാലും എന്തെങ്കിലും ഒരു സാധനം മേടിച്ച് എനിക്ക് കൊണ്ടുവന്ന് തരിക പതിവാണ്. എന്തെങ്കിലും ഒന്ന് മേടിക്കും അവൻ പറയും. അവിടെ ചെന്നപ്പോൾ ഞാൻ മമ്മീനെ ഓർത്തു, മമ്മി എപ്പോഴും ഞാൻ വീഡിയോയിൽ പറയാറില്ലേ, എന്തെങ്കിലും ഒരു സാധനം മേടിക്കും. അതിപ്പോഴെന്നല്ല, എന്നും കുഞ്ഞ്, അതായത് സ്കൂളിൽ ഇപ്പോൾ 2nd സ്റ്റാൻഡേർഡ് 1st സ്റ്റാൻഡേർഡ് അങ്ങനെയൊക്കെ പഠിക്കുമ്പോൾ അവരങ്ങനെ തന്നെയാണ് കേട്ടോ. ഇപ്പോഴും അത് തന്നെ സ്വഭാവമാണ്. റോജറും ഏറെക്കുറെ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ മേടിച്ചൊക്കെ കൊണ്ടുവന്ന് തരും. പക്ഷേ റയൻ അറിയില്ല, അത് മേടിക്കാനൊന്നും റയൻ അറിയില്ല. നേരത്തെയൊക്കെ മേടിക്കുമായിരുന്നു കേട്ടോ. റയൻ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് എനിക്ക് മേക്കപ്പൊക്കെ മേടിച്ചിട്ട് വന്നത് റയനാണ്. മറ്റേ ഫേസിൽ ഡാബ് ചെയ്യുന്ന ആ ഒരു സാധനമൊക്കെ ഇല്ലേ, സ്പോഞ്ച് ഡാബ്, അതൊക്കെ മേടിച്ച് തരും റയൻ. പിന്നെ ബ്രഷൊക്കെ ഇല്ലേ മേക്കപ്പ് ചെയ്യണം, ആ ബ്രഷൊക്കെ മേടിച്ചൊക്കെ തരും. അപ്പോൾ എനിക്ക് പിന്നെ ഈ മേക്കപ്പിൻ്റെ കാര്യം അറിയില്ലാത്തത് കൊണ്ട്, മേക്കപ്പ് അലർജി ആയതുകൊണ്ട് അതൊന്നും ഞാൻ ഉപയോഗിക്കാതെ അതൊക്കെ എടുത്ത് കളയും. എനിക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ അതൊക്കെ. അപ്പോൾ ഇത്തവണ റയൻ നിർബന്ധിച്ചാണ് സത്യം പറഞ്ഞാൽ മേക്കപ്പ് എടുത്തത്. മമ്മി മേക്കപ്പ് എടുക്കണമെന്നും പറഞ്ഞിട്ട്. അങ്ങനെയാണ് എന്തെങ്കിലും ഒരു മേക്കപ്പ്. പക്ഷേ വേറെ എന്തെങ്കിലും കൂടി മേടിച്ചാൽ അത് പെർഫെക്റ്റായിട്ട് ഇടാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. 3-in-1 ആണ്. മോയ്സ്ചറൈസർ ഉണ്ട്, പിന്നെ സൺസ്ക്രീൻ ഉണ്ട്, ഇത് ഫൗണ്ടേഷന് 3 കൂടി ചേർന്നാണെന്ന് പറഞ്ഞെങ്കിലും അത് ഇടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഒരു മോയ്സ്ചറൈസർ മേടിച്ചാലേ ഇത് ഇത്തിരി സ്മൂത്തായിട്ട് മുഖത്തിടാൻ പറ്റുള്ളൂ. പിന്നെ ഇത് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ മുഖം ചൊറിഞ്ഞ് തടിക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ടും എനിക്കിടാൻ പേടിയാണ്. എങ്കിലും റയൻ്റെ നിർബന്ധപ്രകാരമാണ് ഞാനത് മേടിച്ചേക്കണത് കേട്ടോ. അങ്ങനെ ചായയൊക്കെ ഇട്ട് പിന്നെ കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്തതിന് ശേഷമില്ലേ ഈ ഒരു നൈറ്റ് ഡ്രസ്സ് ഞാനെടുത്ത് മാറ്റി വെച്ചേക്കുന്നതാണ്. കാരണം എനിക്കിത് ഭയങ്കര ടൈറ്റാണ്, എൻ്റെ കഴുത്തും കൈയും. അപ്പോൾ അതേതായാലും ഇങ്ങോട്ട് കളയാമെന്ന് വെച്ച്. എനിക്ക് തുണികളൊക്കെ ഇങ്ങനെ വെട്ടിക്കളയാൻ ഭയങ്കര ധൈര്യമുണ്ട് കേട്ടോ. സ്റ്റിച്ചിങ് അറിയില്ല, എങ്കിലും ഞാൻ ചെയ്യും. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ അധികം നാളായതൊന്നും ഇടണമെന്ന് വിചാരിക്കണം. പക്ഷേ ഇപ്പോൾ ചൂടൊരു സമയം ആയതുകൊണ്ട് ഒട്ടും തന്നെ ഇതിടാൻ പറ്റില്ല. കാരണം കഴുത്തിങ്ങനെ കയറി തൊണ്ടക്കുഴിയിൽ കുത്തിയിരിക്കും. അപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കിതിന് വലിയ കഴുത്ത്, ഇപ്പം ഞാൻ ഇട്ടേക്കണ ഈ നൈറ്റ് ഡ്രസ്സില്ലേ അത് ഭയങ്കര സുഖമാണ് ഇടാനായിട്ട്. അതിൻ്റെ ബാക്കും ഫ്രണ്ടും ഒക്കെ ഇങ്ങനെ ഇറങ്ങി കിടക്കണേ. അപ്പോൾ നമുക്ക് ചൂടൊന്നും എടുക്കാതെ സുഖമായിട്ട് കിടന്നുറങ്ങാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കിടക്കണ സമയത്ത് കഴുത്തിങ്ങനെ കയറി വരൂലേ, കൂടുതലും മുകളിൽ കയറി വരും. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് കട്ട് ചെയ്തങ്ങോട്ട് കളഞ്ഞിട്ട് ഇപ്പോൾ ചൂട് കൂടി നിൽക്കണോണ്ട് ഞാൻ വിചാരിച്ച് ഇത് പോകണമെങ്കിൽ പോട്ടെ, ഏതായാലും ഇടാതെ വെച്ചേക്കണല്ലേ, തയ്ച്ചെടുക്കാൻ പറ്റുമെങ്കിൽ തയ്ച്ചെടുക്കാം എന്ന് വിചാരിച്ച് കഴുത്തങ്ങോട്ട് വെട്ടിക്കളഞ്ഞിട്ടാ. ബാക്കും ഫ്രണ്ടും കൂടി ഒന്നിച്ചങ്ങോട്ട് വെട്ടിക്കളഞ്ഞ് നല്ല വൈഡാക്കി കൈയും കൊണ്ട് വെട്ടിക്കളഞ്ഞ്. കൈയും ഭയങ്കര ടൈറ്റാണ്, അഴിച്ചിടാൻ തുണിയൊന്നുമില്ല. അങ്ങനെ അത് അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞ്. അപ്പോൾ സാധാരണ സ്ലീവ്ലെസ് ആയിട്ടുള്ള 2-3 ഇത് കുർത്തികൾ ഞാനെടുത്തിങ്ങനെ രാത്രി ഇടാൻ വെച്ചേക്കും. അതാണ് സാധാരണ ഇടുന്നത്. പക്ഷെ അതെല്ലാം ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഡ്രസ്സ് ഒരുപാട് പേര് ഇങ്ങനെ ഡ്രസ്സ് ചോദിക്കും എൻ്റെ അടുത്ത്, തരുക പഴയ ഡ്രസ്സ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഓരോരുത്തർക്ക് വീതിച്ച് കൊടുക്കും കേട്ടോ. നേരത്തെ ഗിൽഡക്കാണ് ഞാൻ എല്ലാ ഡ്രസ്സും കൊടുത്തിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരുപാട് പേര് വന്ന് ചോദിക്കുന്നതുകൊണ്ട് തന്നെ ഓരോ പ്രാവശ്യം ഓരോരുത്തർക്ക് കുറച്ചായിട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും കിട്ടുമല്ല. അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്ക് ഇങ്ങനെ കൊടുത്ത്
എൻ്റെ കയ്യിലുള്ള അങ്ങനെയുള്ള സ്ലീവ്ലെസ് ആയിട്ടുള്ള ഡ്രസ്സുകളെല്ലാം പോയി. ഈ ന്യൂഡിൽ സ്ട്രാപ്പ് അഡ്ജസ്റ്റബിൾ ന്യൂഡിൽ സ്ട്രാപ്പൊക്കെയുള്ള ഡ്രസ്സ് ഉണ്ട്, അതെല്ലാം പോയി. അപ്പോൾ ഏതായാലും ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതൊക്കെ ഇട്ട് രാത്രി കിടക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കട്ട് ചെയ്തൊക്കെ കളഞ്ഞപ്പോൾ ഒരാശ്വാസമായിട്ടാണ്. പക്ഷേ അതിൻ്റെ ആ ഒരു ക്രോസ് പീസ് വെച്ചിട്ടാണല്ലോ നെക്ക് തയ്ക്കേണ്ടത്, അതൊക്കെ എനിക്കറിയാം. പക്ഷേ അതിനുള്ള ക്ഷമ എനിക്കില്ലാത്തതുകൊണ്ട് അരയിൽ കെട്ടണ ആ ഒരു ഡ്രസ്സിൻ്റെ ബെൽറ്റ് വെച്ച് ഞാൻ കഴുത്ത് തയ്ച്ച് അത് മെനക്കേടാണ്, അലമ്പായി, ഫിനിഷിംഗ് ഒന്നുമില്ല. എങ്കിലും എനിക്കത് മതി. രാത്രി കിടക്കുമ്പോൾ ഇടാനല്ലേ, കുഴപ്പമില്ല, അത് നല്ല സുഖമായിട്ട് ഇടാം. കയ്യുമൊക്കെ അങ്ങോട്ട് വെട്ടിക്കളഞ്ഞ് സമാധാനം. അപ്പോൾ സ്ലീവ്ലെസ് പോലെ ആയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ഇട്ടിട്ടാണ് ഇന്ന് രാത്രി കിടന്നത്. ഇത് ശനിയാഴ്ച രാവിലെ എഴുന്നേറ്റതാണ്. അപ്പോൾ ശനിയാഴ്ച നമുക്ക് സിസ്റ്ററിൻ്റെ പരിപാടിക്ക് പോകാനുള്ള ദിവസമാണ്. ഇന്നും പാചകമൊന്നുമില്ല, അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ലഞ്ച് റെസിപ്പി ഒന്നും ഇല്ലാഞ്ഞത്. പ്രായം മാത്രമേ വീട്ടിലുള്ളൂ. ഉച്ചക്ക് നമ്മൾ അവിടെ നിന്ന് കഴിച്ചിട്ടാണ് പോരുക. അപ്പോൾ കാലത്തൊരു കാപ്പിയിട്ട് കുറച്ചധികം പുട്ടും ഉണ്ടാക്കി വെച്ച്. അപ്പം ഞാനിന്ന് പുട്ടിൻ്റെ പൊടി നനച്ച് വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് അരിപ്പൊടിയും കൂടി, സാധാരണ അരിപ്പൊടിയും കൂടി കുറച്ച് ചേർത്തിട്ടാണ് മിക്സ് ചെയ്തെടുത്തത്. കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് വെക്കും. അപ്പോൾ ഈ അരിപ്പൊടിയും കൂടി ചേർക്കുമ്പോൾ അത് നല്ലതായിട്ട് മിക്സായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കുതിർന്ന് നല്ലതായിട്ട് കിട്ടുകയും ചെയ്യും. പുട്ട് ഒരു പ്രത്യേക ടേസ്റ്റുമാണ് കേട്ടോ. ഇപ്പം നമ്മൾ സ്റ്റീംഡ് പുട്ടുപൊടി മാത്രമായിട്ട് എപ്പോഴും ഉപയോഗിക്കുമ്പോൾ നമുക്കത് മടുക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലതാണ്, മിക്സ് ചെയ്തെടുക്കാൻ എളുപ്പം. പിന്നെ ഒരു തേങ്ങ ചിരണ്ടിയെടുത്ത് വേഗം അതിൻ്റെ ബാക്കി ഫ്രിഡ്ജിലോട്ട് വെച്ച്, പിന്നെ ഇതിനകത്ത് വേണ്ട തേങ്ങയും പപ്പയ്ക്ക് ഇത്തിരി കുറ്റിക്കകത്ത് കുറച്ച് തേങ്ങയും ഇട്ട് വെച്ച് പുട്ടൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഞാൻ കുറച്ചധികം പുട്ടുണ്ടാക്കി വെച്ച്, കാരണം ബീഫ് കറി ഇന്നും ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ റയൻ്റെ അടുത്ത് രാവിലെ തന്നെ ചോദിച്ചു, റയനെ പുട്ട് രാവിലെ ഉണ്ടാക്കുന്നുണ്ട്, ബീഫ് കറി ഫ്രിഡ്ജിലുണ്ട്, അപ്പോൾ ഉച്ചക്ക് ബീഫ് കറിയും പുട്ടും കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ റയൻ പറഞ്ഞ് കഴിക്കാമല്ല, എന്തിനും അവൻ അഡ്ജസ്റ്റ് ചെയ്യുവേ. അപ്പോൾ അങ്ങനെ എന്നാൽ ഓക്കെ, ഞാനൊന്നും വെക്കണില്ല, ചോറൊന്നുമില്ല ഇവിടെ, പുട്ടും ബീഫ് കറിയാണുള്ളത്. അപ്പോൾ ഞാനും പപ്പയും പുട്ടും പഴമാണ് കഴിച്ചത്, കാരണം ബീഫ് കറി കഴിച്ചിട്ട് പിന്നെ അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ കൊടുക്കാനുള്ള നമ്മൾ ഈ ക്യാഷ് ഗിഫ്റ്റ് കൊടുക്കൂലേ, അപ്പോഴേക്കും നമുക്ക് ഇതുപോലെ ഒരു കവർ ഉണ്ടാക്കിയെടുക്കാം. മേടിക്കണ കവറല്ലാതെ കസ്റ്റമൈസ് ചെയ്തൊരു കവറൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ക്രിസ്മസിൻ്റെ ഒരു റോള് പേപ്പറാണുള്ളത് കേട്ടോ, ക്രിസ്മസിൻ്റെ ആ ഒരു പ്രിൻ്റ് ഉള്ളത്, അത് തന്നെയാണ് ഇപ്പോൾ യൂസ് ചെയ്യണം. ക്രിസ്മസും കഴിഞ്ഞെല്ലാം കഴിഞ്ഞ്. അപ്പോൾ അതൊരു സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ ഒരു പീസ് കട്ട് ചെയ്ത് കളഞ്ഞതാണ് കാണിച്ചത് കേട്ടോ. കാരണം നമ്മൾ സമചതുരത്തിലുള്ള ഒരു ആക്കിയെടുക്കണം, എന്നാലേ ഇത് കറക്റ്റായിട്ട് വരുള്ളൂ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടില്ലേ, ഇങ്ങനെ വെച്ചിട്ട് നമ്മളൊരു സ്റ്റിക്കർ ഒട്ടിച്ച് അതിനെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഇപ്പോൾ ഒരു ചെറിയൊരു ഫ്ലവറും പിന്നെ നമ്മൾ ഒരു കൺഗ്രാസൊക്കെ വെച്ചിട്ടുള്ള ഒരു ലെറ്ററും എല്ലാം കൂടിയിട്ട് വെക്കാനുള്ള ഒരു ഗ്യാപ്പ് ഇതിനകത്ത് കിട്ടും. അപ്പോൾ ഇത് ഈ ഫോൾഡ് ചെയ്ത് വെക്കണത് അതിൻ്റെ ഉള്ളിൽ പോക്കറ്റ് പോലെ ഉണ്ട്, രണ്ട് സൈഡിലും വി ഷേപ്പിൻ്റെ രണ്ട് സൈഡും പോക്കറ്റ് പോലെ ഉണ്ട്. അതിൻ്റെ അകത്തേക്ക് വെക്കാം. അപ്പോൾ അത് താഴേക്കൊന്നും പോകില്ല, അതിൻ്റെ അകത്ത് ഇരുന്നോളൂ, ഒരു പോക്കറ്റിൽ വെക്കണ പോലെ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുണ്ടായ പൈസ എടുത്ത് വെച്ചിട്ട് കാണിക്കണേന് കേട്ടോ പൈസ വെക്കണത്. അപ്പോൾ ചില്ലറ ഉണ്ടായിരുന്നത് എടുത്തിട്ട് വെച്ച് കാണിക്കണേന്. സാധാരണ പൈസ ഉണ്ടാകാറില്ല, എല്ലാം നമ്മൾ ഗൂഗിൾ പേക്കല്ലേ ഇപ്പോൾ ചെയ്യണം. അപ്പോൾ ഈ പൈസ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അപ്പോൾ അതെടുത്ത് വെച്ചിട്ട് കാണിക്കണേന് കേട്ടോ. എന്നിട്ട് പിന്നെ ഇത് ഒന്നൊട്ടിച്ച് കളയാം. അപ്പോൾ ആദ്യം ഒരു സ്റ്റിക്കർ വെച്ചിട്ട് മറ്റേത് രണ്ടും കൂടി ചേർത്ത് ഒട്ടിച്ചിട്ട് ഇതും ഇവിടെ ഒട്ടിച്ച് കളയാം. എന്നിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇതിൻ്റെ ഇങ്ങനെ ആ പോക്കറ്റിൻ്റെ അകത്തേക്ക് ഇതുപോലെ എന്തെങ്കിലും എഴുതിയിട്ടൊക്കെ വെക്കാം. എഴുതിയത് കാണാൻ പറ്റുന്നില്ല, വെറുതെ ചുമ്മാ വെച്ചതാണ്ട്, ഇതൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല കൊടുക്കുന്ന സമയത്ത്. അങ്ങനെ വെക്കാം എന്ന് പറഞ്ഞാൽ, കാരണം എൻ്റെ അടുത്ത് ഫ്രഷ് ഫ്ലവേഴ്സ് തന്നെ ഉണ്ടായിരുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കെന്തെങ്കിലും ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് എന്തെങ്കിലും വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വാടാതെയൊക്കെ നിന്നോളുമല്ല. ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ, നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ അത് ഒന്നുണ്ടാക്കിയെടുത്തപ്പോഴത്തേക്കും നിങ്ങളെയും കൂടി ഞാൻ കാണിച്ചു തന്നതാണ് കേട്ടോ. ഇപ്പോൾ സാധാരണ നമ്മളെപ്പോഴും ഒരു ചെറിയ സാധാരണ ഒരു കവർ എൻവലപ്പ് കിട്ടുമല്ലോ നമുക്ക് മേടിക്കാൻ വേണ്ടിയിട്ട്, ഒരു പിങ്ക് കളറിലെ ഒരു എൻവലപ്പ്, പിന്നെ ഒരു വൈറ്റ് കളറിലേക്ക് കിട്ടും. അപ്പോൾ അതിലിട്ടിട്ട് സാധാരണ കൊടുക്കുക. പക്ഷേ ഇത് എനിക്ക് സ്പെഷ്യലായിട്ടുള്ള ഒരാളായതുകൊണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയെടുത്താണ്. പക്ഷേ ഒരു ഗോൾഡൻ കളറിലൊരു പേപ്പറൊക്കെ ആണ് ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ അത് ഇവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ അത് മേടിക്കാനും ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുള്ളത് വെച്ചിട്ട് ചെയ്ത്, അത് നല്ല ഭംഗിയുള്ളൊരു പേപ്പറായിരുന്നു. പിന്നെ ഞാൻ പപ്പ മുകളിലെല്ലാം തുടച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ താഴെ തുടച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് പണിക്കാർ നമ്മുടെ
വീടിൻ്റെ പെയിൻറ്റിങ്ങിന് മുമ്പായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് ഇന്നാണ് പണിക്കാർ വരണത്. അപ്പോൾ അവരാണെന്നുണ്ടെങ്കിൽ കുറേയധികം ദിവസങ്ങളായിട്ട് പപ്പ വിളിച്ച് ഇന്ന് വരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് വരണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അവരെ കിട്ടൂല, അവർക്ക് ഒരുപാട് പണിയുള്ളത്. അപ്പോൾ പപ്പ പറഞ്ഞ് അവർ വന്ന് പണി ചെയ്തോട്ടെ, എന്നുണ്ടെങ്കിൽ ഇനി എപ്പോഴാണ് അവർ വരിക എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇലക്ട്രിക്കിൻ്റെ പണിയും പ്ലംബിങ് ഒരാൾ തന്നെയാണ്. അപ്പോൾ അയാൾ വന്നിട്ടുണ്ട്. അത് കണ്ടിട്ടാണ് ഞങ്ങൾ പോകുന്നത്. തന്റെ ഫൈനൽ പ്രൊഫഷൻ സ്വീകരിച്ചത്. സിസ്റ്റർ ആൻഡ് അരൂർ മേഴ്സി കോൺവെന്റിൽ നിന്ന് ക്ഷണിച്ചിരിക്കുന്ന ബഹുമാന്യരായ സിസ്റ്റർമാരെയും സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സിസ്റ്റർ ലീലാമ്മ. സിസ്റ്റർ ആൻഡ്രിന്റെ മൂത്ത സഹോദരിയായ മെലറ്റിനെയും ഭർത്താവ് ജോസിയെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സഹോദരൻ ലോകനെയും ഭാര്യ ഡെൻസിയെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സഹോദരിയായ പ്രാർത്ഥനയ്ക്കായി ക്ഷണിക്കുന്നു. നാടൻ കൊണ്ട് ചുവന്നുകൊടുക്കുന്നതായ കൃത്യമായ ട്രാൻസ്ലേഷൻ. വെള്ളം വീഞ്ഞായി എന്നത് കവിതയുടെ ഭാഷയിൽ പായറിൽ എഴുതി വെച്ച ആദ്യത്തെ കവിതയാണ്. സിസ്റ്ററിനെ ഞങ്ങൾ ഇന്ന് സ്നേഹപൂർവ്വം നൽകുന്ന അങ്ങനെ പള്ളിയിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ ഹോളിലേക്ക് വന്ന് കേക്ക് കട്ടിങ്ങും സിസ്റ്ററിൻ്റെ സ്പീച്ച്. പള്ളിയിലും സിസ്റ്ററിൻ്റെ നല്ലൊരു സ്പീച്ച് ഉണ്ടായിരുന്നു. പിന്നെ കൂടെ അവിടെ നിൽക്കുന്ന വേറൊരു സിസ്റ്റർ ലീലാമ്മ സിസ്റ്റർ എന്ന് പറയും. അത് മൂത്ത ചേച്ചിയുടെ ഭർത്താവിൻ്റെ പെങ്ങളാണ്, സിസ്റ്ററിൻ്റെ മൂത്ത ചേച്ചിയുടെ. അപ്പം മേരിറ്റിൻ്റെ നാത്തൂനെന്ന് പറയാം. അപ്പോൾ അവിടെ ഇപ്പോൾ എല്ലാവരും ഉണ്ട്. ബ്രദർ ലോബനാണ് അവിടെ നിൽക്കുന്നത്, ബ്രദറിൻ്റെ വൈഫ് ഡെയ്സി ഉണ്ട്, മേരിറ്റ് നടുവിൽ നിൽക്കുന്നത്. ഇതിപ്പോൾ ഷാലറ്റിൻ്റെ ഹസ്ബൻഡ് ഡെന്നീസാണ് ഇപ്പുറത്ത് കൈ ക്ലാപ്പ് ചെയ്തിട്ട് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞ് പിന്നെ ഈ കാണുന്നതാണ് അപ്പച്ചനും അമ്മയും സിസ്റ്ററിൻ്റെ, എൻ്റെ കൊച്ചാപ്പനും കൊച്ചമ്മയും എൻ്റെ ഇത് ഗോഡ് പാരൻസ്. ഇവരാണ് ആ ഒരു വലിയൊരു പ്രത്യേകതയും കൂടിയിട്ട് ഉണ്ട്. അപ്പോൾ എൻ്റെ അപ്പച്ചൻ്റെ കസിൻ ബ്രദറാണ് കേട്ടോ തോമസ് എന്ന് പറയുന്ന ഈ ഒരു കൊച്ചാപ്പൻ. അങ്ങനെ പിന്നെ ഞങ്ങൾ സിസ്റ്ററിനെ വിഷയാനൊക്കെ ആയിട്ട് സ്റ്റേജിലൊക്കെ കയറി. അപ്പോൾ എൻ്റെ ബ്രദറും മോനുമാണ് വന്നേക്കുന്നത്. അപ്പോൾ അങ്ങനെ എൻ്റെ ബ്രദറും മോനും ഞങ്ങൾ എല്ലാവരും കൂടി നിന്നിട്ടാണ് ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഇവർ രണ്ടുപേരാണ് വന്നത്, ഞങ്ങൾ ഇവിടെ നിന്ന് 2 പേര്. ചേച്ചിയൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല, ചേച്ചിക്കൊക്കെ വരാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് ചേച്ചി വന്നിട്ടുണ്ടായിരുന്നില്ല. ചേച്ചിക്ക് ഉണ്ടായിരുന്നു ഈ ഒരു ഇൻവിറ്റേഷൻ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം പിന്നെ ബിന്ദു സിസ്റ്റർ പറഞ്ഞ് ഞാനും സിന്ധുവും കൂടി, അതായത് എൻ്റെ പേര് സിന്ധു എന്നാണല്ലോ വിളിക്കണം, അപ്പോൾ സിന്ധുവും കൂടിയിട്ടൊരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് എല്ലാവരെയൊക്കെ മാറ്റിയിട്ട് ഞങ്ങൾ 2 പേരും കൂടിയിട്ടൊക്കെ ഫോട്ടോ എടുത്ത് ആ ഫോട്ടോയൊക്കെ കിട്ടുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഞാൻ പള്ളിയിൽ കാഴ്ചവെപ്പിനും നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുത്തെ ഫംഗ്ഷനെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നപ്പോഴുള്ള സീനാണിത്. പണിക്കാർ കയറി ഇറങ്ങി നടന്നിട്ട് കിച്ചൻ്റെ അറ്റം വരെ ഉണ്ട് കേട്ടോ. വർക്ക് ഏരിയയിൽ വരെ എന്തോ സാധനങ്ങൾ എടുക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വേഗമില്ലേ പെട്ടെന്ന് തന്നെ ഉടുപ്പ് മാറാതെ എല്ലായിടത്തും തുടച്ചിട്ട്, കാരണം നമുക്ക് ചവിട്ടാൻ പറ്റാത്ത അവസ്ഥയിൽ അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് വീണ്ടും ഒരു പണിക്ക് വരും, എങ്കിലും നമ്മൾ ഇത്രയും ഇതായിട്ട് നമുക്ക് നടക്കാൻ പറ്റില്ല. അങ്ങനെ എല്ലാം തുടച്ചൊക്കെ ഇട്ടിട്ടാ. പിന്നെ വന്ന വഴിക്ക് ഏതായാലും എനിക്കൊരു സങ്കടം വന്നിട്ട് ഞാൻ 2 ബിരിയാണി മേടിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു റയനെ. അപ്പോൾ റയൻ എന്നെ വഴക്ക് പറഞ്ഞു, എന്താവശ്യത്തിനാണ് മേടിച്ചതെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ വലിയ അളപ്പിലൊക്കെ വഴക്ക് പറയും കേട്ടോ. അങ്ങനെ അവൻ ഒരു ബിരിയാണി മാത്രമേ കഴിച്ചുള്ളൂ. ഞാൻ ഓർത്ത് ഇനി കഴിഞ്ഞ ദിവസം 2 ബിരിയാണി കഴിച്ചതല്ലേ, അപ്പോൾ ഇനി കഴിച്ചാലോ എന്ന് വെച്ച് 2 കൊണ്ടുവന്നു. എന്നിട്ട് രാത്രിയാണ് അവൻ ആ ഒരു ബിരിയാണി കഴിച്ചത് കേട്ടോ. അങ്ങനെ നിർബന്ധമായി ഞാൻ അവനെ കൊണ്ട് ബിരിയാണി കഴിപ്പിച്ച്. പിന്നെ അവർ പോയതിന് ശേഷം 2ാമത്തെ തുടക്കലും എല്ലാം കഴിഞ്ഞ് ഇന്ന് നല്ല പണിയായിരുന്നു.
പപ്പ മുകളിൽ തുടക്കും, ഞാൻ താഴെ തുടക്കും, അങ്ങനെയൊക്കെ. പിന്നെ ഇന്ന് വൈകുന്നേരത്തേക്ക് എനിക്ക് പപ്പക്കും കഞ്ഞിയാണ് വെച്ചത്. പപ്പക്ക് വെറുതെ ഇങ്ങനെ തേങ്ങാപ്പീര മാത്രം ഇട്ട കഞ്ഞി ഇഷ്ടം, കറിയൊന്നും വേണമെന്നില്ല. അങ്ങനെ അത് ചെയ്ത് ഞാൻ വെറുതെ കഞ്ഞി മാത്രം കുടിച്ചിട്ടാണ്. പിന്നെ വേറെ കറികളൊന്നും എടുത്തില്ല ഞാൻ. ബീഫ് കറിയൊക്കെ ഉണ്ട്, അതൊക്കെ കഞ്ഞിയുടെ കൂട്ടത്തിലൊട്ടും എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ കുരുമുളകെന്ന് നമ്മുടെ അയൽവാസി കൊണ്ടുവന്നത്, അത് ഇപ്പോഴാണ് ഉണങ്ങി റെഡിയായി വന്നത്. അത് ഇത്രയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിൻ്റെ പേരിൽ നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക്